ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഐറ്റം അമ്മ തന്നെ പരിചയപ്പെടുത്തും. ഇടിഞ്ചക്ക തോരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇടിഞ്ചക്ക എന്ന് പറയുന്നത് ചക്കയുടെ ചെറിയ മൂപ്പത്താത്ത ചെറിയ ചക്കയ്ക്കാണ് ഇടിഞ്ചക്ക എന്ന് പറയുന്നത്. ഇത് വെച്ച് ഞാനൊരു തോരൻ വെക്കാൻ പോവുകയാണേ. പ്രായമായവർക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് അവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും കേട്ടോ. അത്ര രുചിയാണിത്. ചക്ക വേവിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചക്കത്തോരൻ വെക്കുന്ന പോലെയോ ഒന്നുമല്ല. ഇടിഞ്ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്നാന്ന് വെച്ചാൽ അതിൻ്റെ പുറം തോലും അകത്തെ കൂഞ്ഞി മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനവും ചകിണി, ചെറിയ കുരു ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതിന് കേട്ടോ. അതിന് വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മൂപ്പത്താത്ത ഒരു ചെറിയ ചക്ക എടുത്തിട്ട് തോല് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇച്ചിരി എണ്ണ തൂക്കുകയാണെങ്കിൽ കറുത്ത് പോകുകയില്ല പെട്ടെന്ന്. കൂഞ്ഞിയും കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ഇട്ട് കുക്കറിനകത്ത് ഒരു വിസിൽ കേൾപ്പിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. ഒറ്റ ഒരു വിസിൽ കേൾക്കുക. വെന്ത് പോയി കഴിഞ്ഞാൽ അത് കൊള്ളുകയില്ല. അപ്പം നമ്മുടെ ഇടിഞ്ചക്കയൊക്കെ വെന്തു. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അത് ഞാൻ ആവശ്യത്തിന് എടുത്തു കണ്ടോ. ഇങ്ങനെ ഞെക്കിയാലും നമ്മുടെ ഇത് ഇങ്ങനെ ഇതായിക്കോളും കേട്ടോ. ഇടിഞ്ചക്കയൊക്കെ വെന്തു. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പറയാം. വെളിച്ചെണ്ണ, കറിവേപ്പില, കാന്താരി മുളക് ഇല്ലാത്തൊരു പച്ചമുളകാണേലും മതി കേട്ടോ. ഒരു വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി കേട്ടോ. പിന്നെ ആവശ്യത്തിന് തേങ്ങ. ചക്ക എന്തേലും എടുക്കുന്നോ അതനുസരിച്ച് തേങ്ങ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി. തേങ്ങയുടെ കൂടെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കാന്താരി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരണേ. അങ്ങനെ ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. മിക്സിയിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ, നമുക്കിപ്പം ഇങ്ങനെ വെന്തതായത് കാരണം ഇങ്ങനെ ആക്കിയാലും ഇങ്ങോട്ട് പൊടിഞ്ഞ് പോരും കേട്ടോ. ഞാനത് ശരിയാക്കിയിട്ട് വരാവേ. സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ചൂടാകട്ടെ കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടണം. കടുകിട്ട് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നതെന്നു വെച്ചാൽ അരി ഇട്ട് പൊട്ടിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടുകിട്ടു, അരി ഇടുക. അരിയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി മൂപ്പിക്കുക. അതിനകത്ത് കറിവേപ്പിലുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒതുക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അരക്കല്ലേ കേട്ടോ. ഒന്ന് കറക്കിയെടുത്താൽ മതി. തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഒരു ചുള വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഒന്ന് കറക്കി മിക്സിയിലിട്ട് ഒന്ന് കറക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതതിനകത്തേക്ക് ചേർക്കുക. കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചപ്പം ഉപ്പിടുക. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് അരപ്പ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് ചക്കയിട്ട് ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെക്കുക. നമ്മുടെ ചക്ക വെന്ത സാധനമായതുകൊണ്ട് അധികം നേരം ഇനി വേവില്ല കേട്ടോ. ആ തേങ്ങയും അതിൻ്റെ ആ അരപ്പൊന്ന് വേഗം മാത്രമുള്ള സമയം മതി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കും. മൂടി വെച്ച് തീ കുറച്ച് അവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം.